ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യക്കാർക്ക് ഏർപ്പെടുത്തിയ പ്രവേശന വിലക്ക് അനിശ്ചിതമായി തന്നെ നീളുന്നത് ആയിരക്കണക്കിന് പ്രവാസി കുടുംബങ്ങളെ ആശങ്കയിലാഴ്ത്തുകയാണ്. നൂറുകണക്കിന് പേർ തൊഴിൽ നഷ്ടത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. വാക്സിൻ സ്വീകരിച്ചവർക്ക് എങ്കിലും യാത്ര അനുവദിക്കാൻ സർക്കാർ ഇടപെടണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയർന്നു. വകഭേദം വന്ന കൊറോണ വൈറസും രണ്ടാം തരംഗവും ഇന്ത്യയെ പ്രതിസന്ധിയിലാഴ്ത്തുന്നത് പോലെ തന്നെ പ്രവാസികളെയും ആശങ്കയിലാഴ്ത്തുകയാണ്. ഈ സാഹചര്യത്തിൽ സൗദിയിൽ നിന്നും ആശ്വാസത്തിന്റെ വാർത്ത പുറത്തുവരുന്നു. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മാസങ്ങളോളമായി സൗദിയിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ ദുരിതത്തിലായ പ്രവാസികൾക്ക് ഒരു സന്തോഷ വാർത്ത. സൗദിയിലേക്ക് പ്രവേശന വിലക്കുള്ള ഇന്ത്യ ഉൾപ്പെടെ 20 രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് തങ്ങളുടെ വിസ ഓൺലൈനായി പുതുക്കാൻ അവസരം ഒരുക്കുകയാണ് അധികൃതർ. നാട്ടിൽ വെച്ച് സ്വന്തമായി തന്നെ വിസകൾ പുതുക്കാൻ സൗകര്യമൊരുക്കിയതായി സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. അതായത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തതും കാലാവധി കഴിഞ്ഞതുമായ വിസകളുടെ കാലാവധിയാണ് നാട്ടിൽ വെച്ച് പുതുക്കാൻ അവസരം ഒരുക്കിയിട്ടുള്ളത്. ജൂലൈ 31 വരെ സൗജന്യമായി നീട്ടാനാണ് സൗകര്യമുള്ളത്. ഇതിനായി ആഭ്യന്തര മന്ത്രാലയവും ധനകാര്യ മന്ത്രാലയവുമായി ചേർന്ന് പുതിയ ഓൺലൈൻ സംവിധാനം സജ്ജമാക്കിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. മന്ത്രാലയത്തിന്റെ ഇ വിസ സേവന പ്ലാറ്റ്ഫോമായ ഇൻജാസിലൂടെ, അതായത് www.injasit.com.sa/injas/extend expired വിസ എന്ന ലിങ്ക് ഉപയോഗിച്ചാൽ വിസകൾ പുതുക്കേണ്ടതാണ്. വിസ നമ്പർ, പാസ്പോർട്ട് നമ്പർ, രാജ്യം, ഇമെയിൽ അഡ്രസ് എന്നിവ നൽകിയാണ് വിസ പുതുക്കേണ്ടത്. അതോടൊപ്പം തന്നെ സൗദിയിലേക്ക് യാത്രാവിലക്ക് നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഇതുകാരണം യാത്ര മുടങ്ങിയവരുടെ റെസിഡന്റ് വിസ അഥവാ ഇക്കാമ, എക്സിറ്റ് ആൻഡ് റീ എൻട്രി വിസ, വിസിറ്റ് വിസ എന്നിവയുടെ കാലാവധി ജൂലൈ 31 വരെ നീട്ടിയതായി സൗദി ജവാസാത്ത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുള്ള പ്രവാസികൾക്ക് വലിയ ആശ്വാസം പകർന്ന ഈ തീരുമാനം സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കോവിഡ് സാഹചര്യത്തിൽ സ്വദേശികളുടെയും വിദേശികളുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും പ്രതിസന്ധി ഘട്ടത്തിൽ സാമ്പത്തിക പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിനു വേണ്ടിയുമാണ് ഇത്തരമൊരു തീരുമാനം സൽമാൻ രാജാവ് കൈക്കൊണ്ടതെന്നും ഏജൻസി കൂട്ടിച്ചേർത്തു. എന്നാൽ ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ച വിലക്കിൽ അപ്രതീക്ഷിതമായി നാട്ടിൽ കുടുങ്ങിപ്പോയത് ആയിരങ്ങളാണ്. ജോലിക്ക് ഗൾഫിലേക്ക് തിരിച്ചു പോകേണ്ട ദിവസം യാത്രാവിലക്ക് നേരിടേണ്ടി വന്നവരുമുണ്ട്. മക്കളെ ഗൾഫിൽ നിർത്തിപ്പോകുന്നതിനാൽ തന്നെ ഒറ്റപ്പെട്ടു പോയ കുട്ടികളുമുണ്ട്. മക്കൾ നാട്ടിൽ കുടുങ്ങിയ മാതാപിതാക്കളുമുണ്ട്. ജോലി നഷ്ടപ്പെട്ടവർ നിരവധിയാണ്. വിലക്ക് മാസങ്ങൾ പിന്നിട്ടപ്പോൾ ശമ്പളം നിലച്ചവർ വേറെയുമുണ്ട്. പക്ഷേ ഗൾഫിൽ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ വാടകയും വൈദ്യുതി ബില്ലും മുടങ്ങാതെ കെട്ടേണ്ടി വരുന്നതിനാൽ തന്നെ കടക്കണിയിലായവർ നിരവധിയാണ്. അത്യാവശ്യക്കാർക്കും വാക്സിൻ സ്വീകരിച്ചവർക്കും യാത്രാവിലക്ക് ഇളവ് നൽകാനെങ്കിലും അടിയന്തര ഇടപെടലുകൾ പ്രവാസികൾ ആവശ്യപ്പെടുകയാണ്. അതേസമയം നാട്ടിലെ ജോലി രാജിവെച്ച് ഗൾഫിലെ ജോലിക്കായി വിമാനം കയറാനിരിക്കെ വിലക്ക് ഇരുട്ടടിയായവരുമുണ്ട്. സൗദി, കുവൈറ്റ്, ഒമാൻ, UAE എന്നിവിടങ്ങളിലേക്ക് മടങ്ങേണ്ട പ്രവാസികളുടെ ഭാവി തുലാസിലാണ്. നാട്ടിലെ അതിരൂക്ഷമായ കോവിഡ് വെല്ലുവിളികൾക്കിടയിൽ ആയിരക്കണക്കിന് പ്രവാസി കുടുംബാംഗങ്ങളെ ബാധിക്കുന്ന ഈ പ്രതിസന്ധി സർക്കാരും ശ്രദ്ധിക്കാതെ പോകുന്നു എന്ന ആക്ഷേപവും ഇതിനോടകം ഉയരുന്നുണ്ട്. കേന്ദ്രം കരുണ കാണിക്കുവാൻ കാത്തിരിക്കുകയാണ് പ്രവാസികൾ. ഉടൻ തന്നെ കേന്ദ്രം ഇടപെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.